ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സംഘികളെ പറ്റി ജീവിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയെ കുറിച്ചാട്ടാ. ആരിഫ് ഹുസൈൻ, നിരീശ്വരവാദി എന്നുള്ള സ്വയം പേരിൽ അറിയപ്പെടുന്നതാണ്. ആരാ നിരീശ്വരവാദി? നിരീശ്വരവാദി ആരെയില്ല ആരിഫ് ഹുസൈനെ. അത് പറയാൻ കാരണം, ആരാന്ന് പറയാൻ കാരണം വെച്ചാൽ ആരിഫ് ഹുസൈൻ മുസ്ലിങ്ങളെ മാത്രം വിമർശിക്കും, മുസ്ലിം ദൈവങ്ങളെ മാത്രം. ഹിന്ദു ദൈവങ്ങളെ അധികം ടച്ച് ചെയ്യില്ല, ക്രിസ്ത്യൻ ദൈവത്തിന് അധികം ടച്ച് ചെയ്യില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദിനെ സപ്പോർട്ട് ചെയ്യാൻ നിരീശ്വരവാദികളില്ലേ. പക്ഷെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആരറിയാം? സംഘികൾ. കോടാനുകോടി ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ ഹിന്ദുക്കളെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് എന്ന് പറഞ്ഞ സംഘികളാണ് ഈ നിരീശ്വരവാദിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സംഘികൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഇവൻ എന്താക്കും? സംഘികളല്ല, ഹിന്ദു ദൈവങ്ങളെ വിമർശിക്കൂല. ഈ വിമർശിച്ചാൽ ഇവൻ്റെ ഈ കൈമലുള്ള സംഭവം മൊത്തം ഊമ്പിപ്പോകും. അതുകൊണ്ട് ഈ മുസ്ലിം ദൈവത്തിന് ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ആരിഫ് ഹുസൈനെ അരയാകല്ല ഒന്നാകും. വിമർശിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വിമർശിക്കണം, അല്ലെങ്കിൽ വിമർശിക്കാൻ പാടില്ല. അതാ അതിൻ്റെ സെറ്റപ്പ്. ഞാനിത് പറയാൻ കാരണം ഇപ്പം എമ്പുരാൻ്റെ ഗ്യാപ്പിൽ മൂപ്പർ ഗോളടിക്കാൻ നോക്കുന്നുണ്ട് ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈൻ പറഞ്ഞ് ഇനി ആ പഴയ ചരിത്രം മാറും. പിന്നെ ഗുജറാത്തിൽ നടന്ന കൊലേനെ പറ്റിയുള്ള പുതിയ ചരിത്രം പുറത്തേക്ക് വരുന്നവരുന്ന്. അത് ഗുജറാത്തിൽ മരണപ്പെട്ടില്ല, മുസ്ലിങ്ങൾ മരണപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ഗർഭിണീനെ ശൂലം കൊണ്ട് കുത്തിയിട്ട് ഗർഭസ്ഥ ശിശുവിനെ അടക്കം കൊന്നിട്ടില്ല എന്നാണ് ഈ വേറെ വിളിക്കേണ്ടവനാ ഇവൻ പറയുന്നത്. അപ്പോൾ ആ ചരിത്രം മാറി പുതിയ ചരിത്രം വരുന്നതായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. എനിക്ക് ആരിഫ് ഹുസൈനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് 40-45 വയസ്സുണ്ടാവും. നിങ്ങൾക്കൊരു അച്ഛനും അമ്മയും ഉണ്ടാവില്ലേ, ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ഡാഡി മമ്മി, നിങ്ങൾ എന്താ വിളിക്കുന്നതല്ല, അവരുണ്ടാവുമല്ലോ. 45 വർഷം വരെ നിങ്ങൾ ഉണ്ടാക്കിയത്. അവർ ഈ 45 വർഷം കഴിഞ്ഞാൽ അതല്ല അവരല്ലാണ്ടാവുമോ? വേറെ ആളാവുമോ? പച്ച മലയാളം വെച്ചാൽ നിങ്ങളെ തന്തേനെ നിങ്ങൾ മാറ്റുമോ? തന്തേനും തള്ളേനി മാറ്റുമോ? നിങ്ങൾ മാറ്റുമായിരിക്കും, മലയാളി മാറ്റൂല. വിവരമുള്ള മലയാളികളുണ്ട്. മലയാളികളെന്നല്ല, ലോകത്തുള്ള വിവരമുള്ള ആരും മാറ്റൂല. പണത്തിന് വേണ്ടി എന്ത് ഉടുതുണി വഴി അയക്കാൻ തയ്യാറായ നിങ്ങൾ മാറ്റുമായിരിക്കും. ചരിത്രമായിട്ട് തന്നെ നിൽക്കും. നിങ്ങൾ ചരിത്രത്തിന് എത്ര വികൃതമാക്കാൻ നോക്കുന്നു, ചരിത്രത്തിന് എത്ര മാറ്റി എഴുതാൻ നോക്കുന്നു, ആ ചരിത്രം പുറത്തുവരുക ചെയ്യാം. നിങ്ങളിപ്പം പൂർത്തിവെച്ച ഒരുപാട് ഡോക്യുമെൻ്ററികളുണ്ട് ആരിഫ് ഹുസൈനെ. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഈ കൊല്ലപ്പെടുത്തുന്നത്. മുസ്ലിങ്ങളെ, ഹിന്ദുക്കളല്ലട്ട സംഘികൾ കൊല്ലപ്പെടുന്നത്. നിങ്ങളിങ്ങനെ സംഘികളെ പറ്റിച്ചോ. പക്ഷേ കൊലപാതകം, ഇത്രയും ദാരുണമായ കൊലപാതകം നടത്തിയല്ലോ നിങ്ങൾ. അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ. എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് മനുഷ്യ? വായനെ കൊണ്ട് തന്നെയാണ്. എനക്ക് തോന്നുന്നില്ല നിങ്ങൾ വായനെ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. നിങ്ങളെ മനസ്സ് അത്രയും ജീർണിച്ച. അപ്പോൾ നിങ്ങൾ മലദ്വാർ വഴിയേ ഭക്ഷണം കഴിക്കും. സത്യത്തിൽ ഇത്രയും വൃത്തിയായിട്ടൊന്നും പറയാൻ കഴിയില്ല. ഒരു യൂട്യൂബ് ചാനലെല്ലാം വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ എനിക്കിത് പറയാണ്ട് കഴിയില്ല. മലദ്വാരം വഴി ഭക്ഷണം കഴിക്കുന്ന ആരിഫ് ഹുസൈനെ, നിന്റെ തന്തയും തള്ളയും മാറുമായിരിക്കും, നിന്റെ തന്ത മാറുമായിരിക്കും. പക്ഷേ മലയാളീൻ്റെ തന്ത മാറൂല. ജനിപ്പിച്ച തന്തനെ അവർ മാറ്റൂല. നീ മാറ്റിക്കോ സംഖ്യക്ക് വേണ്ടിയിട്ടാ. അതുകൊണ്ട് നിങ്ങൾ ചരിത്രം മാറ്റാൻ നോക്ക്. നമ്മൾ ചരിത്രമായിട്ട് തന്നെ പഠിപ്പിക്കാനും നോക്കാം. ഓക്കെ, സുലാൻ.